ആന്റണി പെരുമ്പാവൂർ താങ്കൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് സുരേഷ് കുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണോ അതോ സംഘടനയുടെ തീരുമാനം അല്ല, മറ്റാരും ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ല? ഈ സിനിമാ സമരം ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണോ? നമ്മൾ എറണാകുളത്ത് മീറ്റിംഗ് വിളിക്കുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതിന്റെ മിനിറ്റ്സും അവിടെ കാണും. അല്ലാതെ ഞാനൊരു മണ്ഡലമൊന്നുമല്ല. കുറെ കാലമായി സിനിമ തുടങ്ങിയിട്ട്. ഞാൻ ആന്റണി പെരുമ്പാവൂർ സിനിമ കണ്ടു തുടങ്ങുന്ന കാലം പോലെ ഞാൻ സിനിമ എടുത്തു തുടങ്ങിയ ആളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ കാണിക്കില്ല. ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി ചുമ്മാ തമാശ കളിക്കാനല്ല ഞാൻ സിനിമയിലിരിക്കുന്നത്. അങ്ങനെ കളിച്ചിട്ടുമില്ല. 46 വർഷമായി ഞാനിവിടെ സിനിമാ രംഗത്തുണ്ടായിട്ട്. ആന്റണിയെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടും കുറെ നാളായി, കുറെ വർഷങ്ങളായി. ആന്റണി മോഹൻലാലിന്റെ അടുത്ത് വരുന്ന സമയം പോലെ എനിക്ക് അറിയാവുന്ന ആളാണ് ആന്റണി. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്നും ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുകയോ ചെയ്യാനുള്ള ഒരാളല്ല. അത് മാത്രമല്ല, ആന്റണി ഒന്നും ഒരു അസോസിയേഷൻ ഒരു കാര്യത്തിന് വരാറില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയില്ല ഇതൊന്നും. അതാണ് പ്രശ്നം. സിനിമാ മേഖലയിൽ ഇപ്പോൾ വലിയൊരു ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് ഡയറക്ടർ സുരേഷ് കുമാർ പറഞ്ഞ കുറെ കാര്യങ്ങൾ. നിർമ്മാതാക്കളെല്ലാം കുത്തുവാള എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നടന്മാര് സിനിമ പിടിക്കുന്നു, അത് കാരണം നിർമ്മാതാക്കൾ എല്ലാം വലിയ കഷ്ടത്തിലാണ് എന്നൊക്കെയാണ് സുരേഷ് കുമാർ പറഞ്ഞത്. അതുപോലെ 100 കോടി ബഡ്ജറ്റിൽ കയറുന്ന സിനിമയൊക്കെ 100 കോടി കയറിയെന്ന് പറഞ്ഞാൽ നിർമ്മാതാവിന് വലിയ ലാഭമൊന്നുമില്ല. അത് തിയേറ്ററിലുകാർക്ക് കൊടുത്തും ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്തു കഴിയുമ്പം ഒരു ലാഭവും ലഭിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു പരാമർശം. പക്ഷെ ഇതിനെതിരെ ഇന്ന് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഉണ്ണി മുകുന്ദൻ ആന്റണി പെരുമ്പാവൂരിന് സപ്പോർട്ടുമായിട്ടും വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സുരേഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ, നിർമ്മാതാക്കൾ സിനിമ എടുക്കും, പക്ഷെ നടന്മാർക്ക് കൂടുതൽ ക്യാഷ്, നായകന്മാർക്ക് ഒരു കോടി 2 കോടി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തുകയാണ് ഇവർ വാങ്ങുന്നത്. ആ തുകയൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് ന്യായമായ ഒരു കാര്യമായിട്ടാണ് നമുക്കെല്ലാം തോന്നുന്നത്. എനിക്ക് തോന്നിയത് ന്യായമായിട്ട് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ പരാജയപ്പെട്ടാൽ അത് നിർമ്മാതാവിനെയാണ് ബാധിക്കുന്നത്. ഈ നടന്മാര് അവരുടെ പൈസയും വാങ്ങിച്ചുകൊണ്ട് കീശയിലാക്കി അവര് പോവും. അവർക്കൊരു പടം പൊട്ടിയെന്ന് പറഞ്ഞ വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ സൂപ്പർ സ്റ്റാർ പദവിയിലും അല്ലാതൊക്കെ നിൽക്കുന്ന ആവറേജ് ഇതിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. അവർ അടുത്ത സിനിമയിലേക്ക് പോകും. അതും പൊട്ടിയാലും ഒരെണ്ണം പൊട്ടിയിട്ട് ഒരെണ്ണം വിജയിക്കുമ്പോഴത്തേക്ക് അവർ വലിയ സ്റ്റാർ ആവും. ഈ പടം എടുത്ത് പൊട്ടിയ ആള് അപ്പോഴും പാപ്പരാകുകയാണ്. അപ്പൊ അതിലൊരു ന്യായമുണ്ട്. പിന്നെ പറഞ്ഞൊരു രണ്ടാമത്തെ ഒരു കാര്യം, നിർമ്മാതാക്കൾ സിനിമ എടുക്കാൻ റെഡിയാണ്, പക്ഷെ വലിയ നായകന്മാരുടെ ഒന്നും ഡേറ്റ് കിട്ടാറില്ല എന്ന് പറയാൻ കാര്യം, ആ ഡേറ്റ് കൊടുക്കാത്തതിന് കാരണമായിട്ട് പറയുന്നത് അവര് സ്വന്തമായിട്ട് ഇപ്പൊ നിർമ്മിക്കുകയാണ് സിനിമകളൊക്കെ. എന്നുവെച്ചാൽ അവരുടെ പൈസയുണ്ട്, അതുകൊണ്ട് അവർ സ്വന്തമായിട്ട് നിർമ്മിച്ച് അവർ തന്നെ അഭിനയിക്കുന്നു, അതിന്റെ ലാഭം അവർ തന്നെ എടുക്കുന്നു. അപ്പൊ ഇതിനകത്തുള്ള ബാക്കിയുള്ള ആൾക്കാർ, നിർമ്മാതാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ പാപ്പരായ നിർമ്മാതാക്കൾ, ഇവരെല്ലാം ഒരു സിനിമ എടുക്കാൻ വന്നാൽ ഇവർ ആരും ഡേറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവർ തന്നെയാണ്, ഈ നിർമ്മാതാക്കൾ തന്നെയാണ് ഒരു കഥ വരുമ്പോഴത്തേക്ക് ഇന്ന ആളിനെ വെച്ച് സിനിമ എടുത്താൽ അത് വലുതായിട്ട് ഓടും എന്ന് പറഞ്ഞ് അവരെ വെച്ച് അവർ ചോദിക്കുന്ന കാശ് കൊടുത്തിട്ട് അവരെ അഭിനയിപ്പിച്ചത്. എന്നിട്ട് ഇപ്പോഴും കയ്യും കാലം വിട്ട് അടിക്കുകയാണ്. ഇപ്പൊ അവരെന്താ വെച്ചാൽ അവരുടെ താരമൂല്യം കൂടുമ്പം അവര് പൈസ കൂട്ടും. അങ്ങനെ ക്യാഷ് കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് താങ്ങാനൊക്കാത്ത ഒരവസ്ഥ നിർമ്മാതാക്കൾക്ക് വന്നു. പക്ഷെ നടന്മാർക്കോ അല്ലെങ്കിൽ നടിമാർക്കോ ഒന്നും ഇങ്ങനൊരു വിഷയം വരുന്നില്ല. പടം പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നായകനെ സംബന്ധിച്ചിടത്തോളം, ഒരു സിനിമയിലെ നായകൻ ഒരു പടം അങ്ങനെ അഭിനയിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞ 1-2 പടം പൊട്ടിയാലും വേറൊരു പടം അവിടെ ഹിറ്റ് ആകുമ്പോഴത്തേക്ക് അത് താരമൂല്യം പിന്നെ അങ്ങ് ഉയരുകയാണ്. ഈ പൊട്ടിയതൊന്നും ആരും മനസ്സിൽ വെക്കുന്നില്ല. എല്ലാവരും ആ വിജയിച്ചതിന് പുറകിലേക്ക് പോകണം. അപ്പോൾ താരമൂല്യം കൂടി പൈസയായി പിന്നെയും അവരുടെ മൂല്യം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവരനുസരിച്ച് കാശ് ഉയർത്തിക്കൊണ്ടേയിരിക്കും. അപ്പം സുരേഷ് കുമാർ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇതിനെതിരെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടന എല്ലാം കൂടി ഇപ്പം സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത്. അത് മീറ്റിംഗ് പോയാണ് അത് തീരുമാനിച്ചതെന്നും പറയുന്നു. പക്ഷെ ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഇങ്ങനൊരു സംഭവമേ ഇല്ല, സുരേഷ് കുമാർ തന്നെ അങ്ങ് തീരുമാനിച്ചതാണ് എന്നാണ്. അതിന്റെയാണ് നമ്മൾ ആദ്യം വോയിസ് കേട്ടത്. അത് തന്നെയല്ല, ഞങ്ങള് എല്ലാവരും കൂടെ ആ മീറ്റിംഗിൽ മിൻസ് ബുക്ക് ഉണ്ട്. ആ മിൻസ് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം എല്ലാവരും വന്നിരുന്നു. അവരെല്ലാവരും കൂടെ കൂട്ടായ്മയോട് കൂടി എടുത്ത തീരുമാനമാണെന്നാണ്. ആന്റണി പെരുമ്പാവൂർ അങ്ങനെ വരാറൊന്നുമില്ല, പരിപാടിക്കൊന്നും വരാറില്ല, അങ്ങനത്തെ കമ്മിറ്റികൾക്കൊന്നും വരാറില്ല. അതുകൊണ്ടായിരിക്കാം പുള്ളിക്ക് അറിയാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അടച്ച് ആക്ഷേപിക്കാനും പറ്റത്തില്ല. എന്നുവെച്ചാൽ ഒരു സൂപ്പർ സ്റ്റാറിന്റെ അടുത്തൊരാളാണല്ലോ. അതുപോലെ തന്നെ ഈ സിനിമ നമ്മളിപ്പോ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഷെയർ ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ അങ്ങനെയുള്ള നടന്മാരാണ്. കാരണം വേറൊന്നുമല്ല, അവർക്ക് പൈസ, നടന്മാരെ പറഞ്ഞാൽ നടന്മാർക്ക് പിടിക്കത്തില്ലല്ലോ. എന്ന് വെച്ചാൽ അവർ ക്യാഷ് കുറയ്ക്കണം അല്ലെങ്കിൽ അവര് ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ലല്ലോ. അവരെന്ത് ചെയ്യും?
അത് ഷെയർ ചെയ്തു, അതൊരു ചർച്ചയിലാണ്, വലിയൊരു ചർച്ചയിലേക്ക് ഇത് പോവുകയാണ്. ഇത് രണ്ട് ഭാഗത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും ന്യായമായ കാര്യങ്ങളുണ്ട്. എങ്കിലും സുരേഷ് കുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. സുരേഷ് കുമാറിന്റെ ഒരുപാട് കാര്യങ്ങൾ വിവാദങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ വിനായകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നവരാണ്, ഞങ്ങൾ സിനിമ പിടിക്കും, എന്താ നിനക്ക് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തന്ന നിർമ്മാതാക്കൾ തന്നെയാണ് നിങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ സിനിമ എടുത്തതും ഇവരെയൊക്കെ ഒരു സ്റ്റാറാക്കി മാറ്റിയതും. ആ സ്റ്റാറാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ ഇവർ സ്വന്തമായിട്ട് സിനിമ എടുക്കാൻ തുടങ്ങിയപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഭിക്ഷക്കാരാകാൻ തുടങ്ങി. എന്നുവെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞതല്ല, ഇതിനകത്തൊരു ഫാക്റ്റ് ആണ്. അപ്പോൾ അതിനെതിരെയാണ് സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളിൽ യോജിക്കുന്നത്. നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് യോജിച്ചേ മതിയാവും. അതുപോലെ തന്നെ ആന്റണി പെരുമാറിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: കഴിഞ്ഞ മാസത്തെ മലയാള സിനിമയെ വിലയിരുത്തി മലയാള സിനിമാ വ്യവസായത്തെ പറ്റി മുതിർന്ന നിർമ്മാതാവും നടനുമൊക്കെയായ ജി ശ്രീകുമാർ മാധ്യമങ്ങളോട് നടത്തിയ തുറന്നു പറച്ചിലിനെ പറ്റി ചിലത് പറയണമെന്നുള്ളത് കൊണ്ടാണ് ഈ കുറിപ്പ്. വ്യക്തി എന്ന നിലയ്ക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പോഴേ സംഘടനയിലെ ഭൂരിപക്ഷത്തിന് ആ അഭിപ്രായത്തോടൊപ്പം നിൽക്കാനും പിന്തുണയ്ക്കാനും സാധിക്കൂ. സംഘടനയിൽ അഭിപ്രായ സമന്വയമില്ലാത്ത കാര്യങ്ങൾ വ്യക്തിപരമായി പൊതുസമക്ഷം അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നത് കൊണ്ട് മാത്രം അതേ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാനും ചിലത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയാണ്. അപ്പൊ അത് നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തമായിട്ടാണ് ഈ സമരത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ സുരേഷ് കുമാർ പറയുന്നതെന്നും അത് സംഘടനയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് ആന്റണി പെരുമ്പാവൂർ ഈ പോസ്റ്റിലൂടെ പറയുന്നത്. ജൂൺ 1 മുതൽ നിർമ്മാതാക്കൾ സമരത്തിന് ഇറങ്ങുന്നതായി വലിയ ആവേശത്തിൽ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് ഞാനും കണ്ടു. മറ്റു ചില സംഘടനകളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവണം അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്തരത്തിലൊരു സമര നീക്കം സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നൂറുകണക്കിന് ആളുകളെ, അതുവഴി ആയിരക്കണക്കിന് കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന ഒന്നാണ്. സംഘടനയെ പ്രതിനിധീകരിച്ച് ആരാണ് ഇതൊക്കെ പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യക്കാരുടെ വാക്കുകളിൽ അദ്ദേഹം പെട്ടുപോയതാണോ എന്നും സംശയം തോന്നി. 100 കോടി ക്ലബിൽ കയറിയ മലയാള സിനിമകളെ പരിഹസിച്ചും വെല്ലുവിളിച്ചും അദ്ദേഹം സംസാരിച്ചതും കേട്ടു. സിനിമ 50 കോടി, 100 കോടി, 200 കോടി, 500 കോടി കളക്ഷനുകൾ കയറുക എന്നത് ഇന്ത്യയിൽ എവിടെയുമുള്ള ഫിലിം ഇൻഡസ്ട്രികളിൽ നിലവിലെ രീതി അനുസരിച്ച് എന്റെ അറിവിൽ മൊത്തം കളക്ഷനെ അഥവാ ഗ്രോസ് കളക്ഷനെ അടിസ്ഥാനമാക്കി തന്നെയാണ്. ചുരുക്കം പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടക്കുകയാണ്. ഇതാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് ആന്റണി പെരുമ്പാവൂർ ഇട്ടേക്കുന്ന പോസ്റ്റിൽ എല്ലാം സ്വന്തമായിട്ട് സുരേഷ് തീരുമാനിക്കുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാലും നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളെ ഇതൊക്കെ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർമലി നമ്മൾ ചിന്തിച്ചു നോക്കുക. ഈ നിർമ്മാതാക്കള് അവര് ഇപ്പം നമുക്കറിയാം, സിനിമാ വ്യവസായത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പെട്ടു നിൽക്കുന്നത് നിർമ്മാതാക്കള്, ഡയറക്ടർമാരെല്ലാമാണ്. എന്ന് വെച്ചാൽ സിനിമ അഭിനയിക്കാൻ നടന്മാർ തന്നെ ഡയറക്ടർ ആവുന്നു, സിനിമ നിർമ്മിക്കുന്നു, അവരവരുടേതായ പ്രൊഡക്ഷൻ കമ്പനികൾ തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് അവിടെ ജോലി ഇല്ലാതാവും. എന്ന് വെച്ചാൽ ഞാനും മതി, എന്റെ മക്കളും മതി എന്നുള്ളൊരു സിസ്റ്റമാണ് ഇപ്പൊ സിനിമയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി, സ്വന്തമായിട്ട് അഭിനയം. അപ്പം വേറെ ആരും വേണ്ടല്ലോ, അത്യാവശ്യം കുറച്ച് പൈസ ചെലവാക്കി വലിയൊരു എമൗണ്ട് കൈക്കലാക്കുക എന്നുള്ളൊരു സംഭവം. ഇത് എന്തായാലും വലിയൊരു ചർച്ചയ്ക്ക് ഇടയാക്കും. ഞാൻ എന്റെ ഒരു അഭിപ്രായമാണ് ഈ പറയുന്നത്. ഈ നിർമ്മാതാക്കൾ തന്നെയാണ് ഇവരെ നടന്മാരാക്കിയതും. ഇവരൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ പല അഭിമുഖങ്ങളിലൊക്കെ വലിയ നടന്മാരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, ഞാൻ പണ്ട് ഇങ്ങനെ, ഈ നിർമ്മാതാവാണ് എന്നെ വിളിച്ചുകൊണ്ട്, ഈ ഡയറക്ടറാണ്, അവരോട് ഈ കടപ്പാടുണ്ട് എന്നൊക്കെ പറയുന്ന ഇവർ തന്നെയാണ് ഇപ്പോൾ സ്വന്തമായിട്ട് നിർമ്മിക്കുകയും പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുകയും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം സിനിമയ്ക്ക് അതിൻ്റെതായ പ്രതിസന്ധികൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മുന്നിൽ കാണത്തില്ല എന്നുണ്ടെങ്കിലും അതിനകത്ത് ജോലി ചെയ്യുന്ന ഇവർ പറയുന്ന പോലെ ഒരുപാട് പേരെ ബാധിക്കുന്ന, ഈ ആന്റണി പെരുമ്പാവൂർ തന്നെ ഇപ്പൊ പറയുന്നത് ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ സമരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരുപാട് പേരെ ബാധിക്കുന്ന കാര്യങ്ങളിലാണ് നിങ്ങളും ഈ പറയുന്ന ആൾക്കാരും ഇടപെട്ടിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം ആന്റണി പെരുമ്പാവൂർ നമുക്കറിയാം മോഹൻലാലിന്റെ അടുത്ത ആളാണ്. പടങ്ങളൊക്കെ നിർമ്മിക്കുന്നത് മോഹൻലാലിനെ വെച്ച് നിർമ്മിക്കുന്നുണ്ട്, കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്നുണ്ട്. അതിന്റെ ലാഭം എങ്ങനെ പോയാലും മോഹൻലാലിനെ വെച്ച് നിർമ്മിച്ചാൽ അതിന്റെ ലാഭം കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പൊ ആ ലാഭം വെളിയിലേക്ക് ഒന്നും പോകുന്നില്ല, അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. മറ്റുള്ളവർ സിനിമ എടുത്ത നിർമ്മാതാവിന് ഡേറ്റ് ഇവരുടെ ഒന്നും വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും ഡേറ്റ് കൊടുക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നിർമ്മാതാവ്, നിങ്ങൾ ഈ കോടികൾ മുടക്കി വലിയ 200 കോടി, 300 കോടി, 50 കോടിയുടെ ഒന്നും സിനിമ എടുക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു കഥയാണോ, ഒരു പുതിയ നടന്മാരാണോ, പുതിയ നടിമാരാണോ എന്നൊന്നും ആരും നോക്കുന്നില്ല. നല്ലൊരു കഥയാണോ, നല്ലൊരു സിനിമയാണോ, അത് കേരളത്തിൽ വിജയിച്ചിരിക്കും. അതിന് പല ഉദാഹരണങ്ങൾ, ഒരുപാട് ഉദാഹരണങ്ങളെ സിനിമകൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയിരുന്നു, അതിന് മുമ്പത്തെ വർഷം ഇറങ്ങിയിരുന്നു, ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളുടെയും വലിയ വലിയ നടന്മാരുടെയും പുറകിൽ ഈ നിർമ്മാതാക്കൾ പറയാനുള്ളത്, നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു കഥ കിട്ടിയാൽ അതിനനുസരിച്ചുള്ള ഒരു പുതിയ ഹീറോയെ, അല്ലെങ്കിൽ നല്ലൊരു ഹീറോയെ, നിങ്ങളുടെ ലിമിറ്റിൽ നിൽക്കുന്ന ഒരു ഹീറോയെ വെച്ച് സിനിമ എടുക്കുക. ക്യാരക്ടർ, സിനിമയുടെ കഥ നല്ലതാണോ, സിനിമ നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്, തീർച്ചയായിട്ടും ആ സിനിമ ഓടും.
നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ലാഭം കിട്ടും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ വലിയ വലിയ കോടികളിലേക്കൊന്നും എത്തില്ലെന്ന് പറഞ്ഞാലും നല്ലൊരു ലാഭം ഇതിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് എനിക്ക് സ്വാഭാവികമായി എനിക്കിതെല്ലാം കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നുവെച്ചാൽ ഒരുപാട് സിനിമകൾ വലിയ വലിയ സ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളുടെ ഒക്കെ പടം പൊട്ടി നാശമായി. ഇപ്പൊ ഒരുപാട് സൂപ്പർ സ്റ്റാറുകളുടെ പടമൊക്കെ വരുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ വലിയ ഓട്ടമൊന്നുമില്ല. പിന്നെ അവരുടെ ഒരു ഫാൻ ബേസ് ഉള്ളത് കൊണ്ട് മുടക്ക് മുതൽ കിട്ടുമായിരിക്കാം. പക്ഷെ നോർമലി പുതിയൊരു നടന്മാരോ പുതിയ ആൾക്കാരോ നല്ല കഥയോ ഒക്കെ ആണെങ്കിൽ ആ സിനിമ 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് ഇടയിൽ വരികയും ജനങ്ങൾ ചർച്ച ചെയ്യുകയും ആ സിനിമ നല്ല രീതിയിൽ ഓടുകയും ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോലുകൾ അവിടെ നടക്കട്ടെ. ഞാൻ എന്റേതായ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക.